ദിവിഷ ക്ഷേത്രമുറ്റത്താണ്. ഇവിടെ വെച്ചാണ് അപകടം സംഭവിക്കുന്നത്. ഇന്ന് ഉത്സവത്തിന്റെ സമാപന ദിവസമായിരുന്നു. ഇതാണ് തകർന്നു വീണ കെട്ടിടം. രണ്ട് ആനകളും ക്ഷേത്രമുറ്റത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. പീതാംബരൻ, ഗോകുൽ എന്നീ പേരുള്ള ആനകൾ. ഇതിൽ ഒരാന മറ്റേ ആനയെ കുത്തി നേരെ ഈ കെട്ടിടത്തിലേക്ക് മറിയുകയാണ് ആന ചെയ്തത്. അങ്ങനെ കെട്ടിടം തകർന്നു വീണു. ഓഫീസ് കെട്ടിടമാണ്, കുറച്ച് കാലപ്പഴക്കം കൂടി ഉള്ളതാണ്. ഒരുപാട് നൂറിലധികം ആളുകൾ ക്ഷേത്രമുറ്റത്തും പരിസരത്തൊക്കെയായി ഉത്സവത്തിൽ പങ്കെടുത്ത് നിൽക്കുന്ന സമയത്താണ് അപകടം. അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വരവ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുക ഉള്ള ഒരു സമയത്താണ് അപകടം സംഭവിക്കുന്നത്. ഈ രണ്ട് ആനകൾ ഇവിടെ നിന്ന് ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് സമീപത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് കൂടിയാണെന്ന് മനസ്സിലാക്കുകയാണ്. എന്നാലും ഈ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ ദേഹത്ത് വീണ് പരിക്കേറ്റു. അതുപോലെ ആന ഓടുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീകൾക്കാണ് കൂടുതലായും പരിക്ക് സംഭവിച്ചത്. എന്നോടൊപ്പം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ തന്നെ ചേരുന്നുണ്ട്. നിങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഇതൊക്കെയാണ് നടന്നത്. ഒരു ആന മറ്റേ ആന കുത്തിയതാണോ? ഒരു ആന ഈ ശബ്ദം കേട്ടിട്ട് മറ്റേ ആനനെ കുത്തിയെന്നാണ് നമുക്ക് പൊതുവായിട്ടുള്ള നമുക്കറിയാൻ പറ്റിയത്. എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്തിയ സമയത്ത്. അപ്പോൾ പിന്നെന്താണ്, ഇവിടുന്ന് രണ്ട് ആനകളും തമ്മിലുള്ള ആ ഗുസ്തി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തള്ളിലാണ് കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന സാധാരണ ഇവിടെ ഇരിക്കാൻ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളാണ്. പ്രായമായ സ്ത്രീകൾക്ക് കസേര കെട്ടി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഈ കെട്ടിടം ഒന്നായിട്ട് മറിഞ്ഞു വീഴുകയും ആൾക്കാരെ പരിക്കേൽക്കുകയും അത് ബാക്കി കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ പെട്ടു പോവുകയും ചെയ്തതാണ്. അപ്പോൾ അത്രയും ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. എല്ലാം കൂടി അങ്ങനെ എന്തായാലും വളരെ വേഗതയിൽ തന്നെ നമുക്ക് എല്ലാവരെയും ആംബുലൻസൊക്കെ എത്തിക്കുകയും ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള കഴിവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആനയുടെ ചവിട്ട് കൊണ്ടവരാണോ മരിച്ചത്? പക്ഷേ എനിക്ക് തോന്നുന്നത് ആദ്യം കണ്ടത് ഒരു അമ്മയാണ്. പക്ഷെ ഒരു അനക്കോ ഒന്നുമില്ല. പെട്ടെന്ന് എടുത്ത് കിടക്കുമ്പോൾ അങ്ങനെയാണ് കണ്ടത്. എങ്ങനെയാണത് സംഭവിച്ചതെന്നുള്ള വിഷ്വൽ നോക്കുമ്പോൾ ആനയുടെ ഇടയിലായിട്ടുള്ള അതെ 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 അവരെയാണ്. അമ്മ മീൻസ് ഒന്നുമില്ല, അനക്കമില്ല. അത് കുറേ തട്ടി പിടിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷെ അതാണ് ആദ്യം കാണുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് അങ്ങനെ ചവിട്ടി പോകാനാണ് സാധ്യതയുള്ളതെന്ന് എനിക്കും തോന്നുന്നത്. ഇരിക്കാമെന്നുള്ളതാണ്. എല്ലാം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് ചുറ്റുപാടുള്ള എല്ലാവരും. ഇവിടെ ക്ഷേത്രമായിട്ട് ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും എത്തിപ്പെടുന്ന ഈ ഒരു ബന്ധക്കാരൊക്കെ തന്നെയാണ് ഇതിലിപ്പം കൂടുതലായിട്ട് അപകടത്തിൽപ്പെട്ടത്. ഒരു 10-25 ആൾക്കാർക്ക് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.